ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് കളിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ കാർ ഫോർ സെയിൽ എന്ന് പറഞ്ഞ ഗെയിമായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്കിപ്പോൾ നേരെ കളി തുടങ്ങാം. കേസ് ഇതെന്ന് പറഞ്ഞാൽ കളിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കാറ് വാങ്ങിച്ച് വിൽക്കുന്ന കളിയാണ്. ഓക്കെ, നമുക്ക് നേരെ സ്റ്റാർട്ട് ചെയ്യാം. കുറച്ച് സമയം എടുക്കില്ല അവിടെ വരാൻ. നമ്മളിപ്പോൾ ആൻഡ്രോയിഡിലാണ് കളിക്കുന്നത്, ഫോണിലാണ് കളിക്കുന്നത്. സ്റ്റാർട്ട് ആയിട്ടുണ്ട്. കേസ് നമുക്ക് ഫസ്റ്റ് നമുക്ക് കാർ ഗീസ് നമ്മളിത് ട്രാഷൊക്കെ വൃത്തിയാക്കിയാൽ മാത്രമേ നമുക്ക് വെളിയിലോട്ടൊക്കെ പോകാൻ പറ്റും. ഓക്കെ ഗീസ് ഈ ടയറൊക്കെ നമ്മൾ എവിടെ വയ്ക്കണയാണോ എന്തോ കയ്യിലെടുത്തങ്ങ് വെച്ചിരിക്കും. ജെറിക്കാനൊക്കെ ഉണ്ട് ഗീസ്. കട അടച്ചിട്ടിരുന്നപ്പോൾ ഇത്ര വേസ്റ്റോ ഗീസ്. ഈ കാറൊക്കെ നമ്മൾ പോക്കറ്റിൽ വെച്ചുകൊണ്ടാണ് കൊണ്ട് കളയേണ്ടത്. ആ കാർ എവിടെ പോയോ എന്തോ ഗേസ്. നമുക്ക് എക്സ്പീരിയൻസ് കിട്ടി ഗേസ്. ഓക്കെ ഗേസ്, നമുക്ക് കടയിൽ പേര് മാറ്റണം. ഗസ്റ്റ് പ്ലെയർ എന്നാണിപ്പോൾ ഉള്ളത്. നമുക്ക് പേര് മാറ്റി DD ഗെയിമിംഗ് എന്നിടാം. സോറി, ഇത് ഡെക്കറേഷനിലാണ് പോകേണ്ടത്. അന്നേരം നമുക്ക് ഇവിടെ ഡെക്കറേഷനിൽ പോയിട്ട് ഓഫീസ് ഡെക്കറേഷൻ സയൻ കളർ ഒരു വയലറ്റ് വേണ്ട, പച്ച കൊടുക്കാം. പച്ച ഗസ്. നമ്മുടെ ഈ ഒരു ചാനലിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. വിട്ട് കൂട്ടാം. ഗസ്റ്റ് പ്ലെയർ മാറ്റി DD ഗെയിമിംഗ്. DD എന്ത് വരൂലേ ഇവിടെ. DD ഗെയിമിംഗ് AG ക്യാപിറ്റൽ URSG. ഓക്കെ കേസ് 250 രൂപ പോയിട്ടുണ്ടെങ്കിൽ ഓക്കെ മതി. കേസിന് നമുക്ക് നേരെ കാറ് വാങ്ങാൻ പോകാം. നമുക്ക് കാറ് വാങ്ങാൻ പോകുന്നത് ഇവിടെ എഴുതി കാണിച്ചിട്ടുണ്ട്. കേസ് നമ്മളിവിടെ കയറിയിട്ട് നെയ്ബർഹുഡിൽ പോകണം. നെയ്ബർഹുഡിൽ പോയിട്ട് നെയ്ബർഹുഡിൽ നിന്നാണ് കാർ വാങ്ങുന്നത്. നമുക്ക് 15,000 രൂപയ്ക്ക് താഴെയുള്ള കാറാണ് വാങ്ങേണ്ടത്. അപ്പം അത് നോക്കാൻ കൂടി പോയി പൊടി കിട്ടാൻ പറ്റി. ഇത്തിരി വില കുറഞ്ഞ കാറൊക്കെ അവർക്ക് വിറ്റ് എന്താണ് ഇതാണ് ഗീസ്. ഇത് റീനോൾട്ടിൻ്റെ ഏതോ കാറാണ് ഗീസ്. അപ്പോൾ ചിലപ്പോൾ വില കൂടും. 7,000 ആയിരുന്നു മതിയായിരുന്നു. 6,000 പോണേ ഗീസ്. നമ്മളെന്തെങ്കിലും കാറ് വാങ്ങിച്ചിട്ടുണ്ട്. അത് നേരെ നമ്മളുടെ കടയിലോട്ട് പോവാം. നമ്മളിത് വാങ്ങിച്ചത് 6,000 സംതിങ്ങിലാണ്. ഫസ്റ്റ് കാർ നമുക്ക് ഫുള്ള് ട്യൂൺ ചെയ്ത് ഇലക്ട്രിക്കൽ വർക്കൊക്കെ ചെയ്തിട്ട് വിൽക്കാം ഗേസ്. ഇങ്ങോട്ടല്ല ഗേസ്. ഞാൻ ഈ കളി ഇതിനു മുമ്പ് കളിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് വീഡിയോ ഈ കളിയാക്കി. എനിക്ക് ഇഷ്ടപ്പെട്ട്. പിന്നെ ഇനി ഈ ഒരു യൂട്യൂബ് ചാനലിൽ മൈൻക്രാഫ്റ്റ് പിന്നെ ഹൊറർ ഗെയിംസ് അങ്ങനെയൊക്കെ ഇടുന്നതാണ്. ഫസ്റ്റ് നമ്മൾ ഈ ഒരു ഇതിൻ്റെ ഇതാണ് ചെയ്യുന്നത്. ഇന്ന് അധികം കോളൊന്നുമില്ല. നമുക്ക് കുറച്ച് വണ്ടി വാങ്ങിച്ച് വെക്കണം. പിന്നെ നമ്മൾ ഷോറൂമൊക്കെ വലുതാക്കണം. അതിന്നൊന്നും പറ്റില്ല. ഓക്കെ, നമുക്ക് നേരെ പോകാം. അത് ഡ്രിഫ്റ്റ് ചെയ്യും. സൂപ്പർ ഡ്രിഫ്റ്റ്. റിപ്പയർ ചെയ്യാം ഗേസ്. അഴുക്കൊന്നുമില്ലെന്ന് തോന്നുന്നില്ലേ? റിപ്പയർ ചെയ്യാം എന്തായാലും. കാരണം ഫസ്റ്റ് തന്നെ കൊണ്ടിടിച്ച്. അതെന്തൊരു 600 രൂപ റിപ്പയർ ചെയ്യാം. ഫസ്റ്റ് കാറല്ലേ, റിപ്പയർ ചെയ്ത് കൊടുക്കാം. ഗേസ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഫസ്റ്റ് ഫ്രണ്ട് ലെഫ്റ്റ് ഡോറാണ്. അത് അടിയിലാണ് ചെയ്യണേ. ബാക്ക് ലെഫ്റ്റ് ഫാഡർ ഫെൻഡർ അതും അടിയിൽ. റൂഫ് മിക്കവാറും അവ ഒരു വെൽഡറും എടുത്തുകൊണ്ട് അടിയിലെല്ലാം ചെയ്യണം. അതാ റൂഫും ചെയ്ത്. എന്തോന്നിത്? അയ്യോ ആഡ് അയ്യോ ഗേസ്. ഓക്കെ ഗേസ്, ആഡ് കഴിഞ്ഞിട്ടുണ്ട്. ചുമ്മാ ഓരോ ആഡ് വരും. ഇതാണ് ഈ കളിയുടെ പ്രശ്നം. ചുമ്മാ ആഡ് വന്നുകൊണ്ടിരിക്കും. ഗേസ് കാറ് താഴെ ഇറക്ക്, പെട്ടെന്ന് ഇറക്ക്. എന്നാലും അത് കൊള്ളായിരുന്നു. ആ താഴെ ചെയ്തുകൊണ്ട് തന്നെ എല്ലാം ശരിയാക്കി. ആ പണി എനിക്കിഷ്ടപ്പെട്ടു. എനിക്ക് ഞാൻ പൈസ തരില്ല കേട്ടോ. അയ്യോ, പൈസ ആദ്യം കൊടുത്ത്. ഗേസ് നമുക്കിതിന് ഇതിൽ റേസിംഗ് കിറ്റ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യാം.
വാങ്ങിച്ചുകൊണ്ട് പോകണം, വാങ്ങിക്കണത് മേടിക്കട്ടെ. കേസ് കിറ്റ്സ് എന്തൊക്കെ കിറ്റ് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. റേസിംഗ് കിറ്റൊക്കെ ഉണ്ട് കേസ്. നമുക്ക് ഇത് ടർബോ ആഡ് ചെയ്ത് കൊടുക്കാം. റേസിംഗ് കിറ്റ് എന്താണ്? റേസിംഗ് കിറ്റ് ഇല്ല കേസ്. അത് ചെയ്യണമെങ്കിൽ പൈസ അല്ല കൊടുക്കേണ്ടത്, ഒരിതാണ്. ഓനോ എന്തെങ്കിലും പറ്റിയോ? റേസിംഗ് കിറ്റിന് നമ്മൾ ആ ഒരു RC എന്ന് പറഞ്ഞ സാധനം കൊടുക്കണം. വീൽ ട്യൂൺ ചെയ്യാം കേസ്. ബാക്ക് ചാം എന്തൊരു, അതായത് അതിന് ബാക്ക് ക്യാമ്പർ. ഇത് കൊള്ളാം കേസ്, സൂപ്പർ. സസ്പെൻഷൻ വണ്ടി തറയിൽ ഒരഞ്ഞു പോട്ടെ. സസ്പെൻഷൻ ഫുള്ള് താഴ്ത്താം. വെട്ടോ, ഇത് കൊള്ളാം, ഇത് സൂപ്പർ. പ്ലെയിൻ പോലെ ഉണ്ട് കേസ്. 120 രൂപയ്ക്ക് നമ്മൾ കാർ ചെയ്തിട്ടുണ്ട്. കൊള്ളാമല്ലേ? കൊള്ളാം കേസ്. നമുക്ക് എന്തായാലും വണ്ടി കൊണ്ടിനി നമുക്ക് വിൽക്കാൻ പോവും. നോക്ക് നിങ്ങളൊരു സാധാരണ റിനോൾട്ട് കാർ വാഷ് ചെയ്യണം. പെയിൻറ്റ് ചെയ്യുന്നില്ല, പെയിൻറ്റ് ഈ കളർ കൊള്ളാം. കാർ വാഷ് ചെയ്യാൻ വേണമെങ്കിൽ നമുക്ക് റേസിംഗ് കിറ്റൊന്നും ഇല്ല കേസ്. സ്ലോ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സ്ലോ. അങ്ങനെ ഇരിക്കുന്നു കേസ്. ഇനി ഞാൻ ശരിയാക്കൂല, എൻ്റെ പൈസ പോയി. ബ്രാക്കില്ലാത്ത വണ്ടി. ഓനോ എന്താ ചെയ്യാൻ, വണ്ടിക്ക് ബ്രാക്കും ഇല്ല. നമുക്കിന്നൊരു BMW വാങ്ങാൻ പറ്റുമോ നോക്കാൻ പറ്റില്ല എന്ന് തോന്നുന്നു. BMW ഞാനൊരിക്കുകയാണെങ്കിൽ 4 ലക്ഷം രൂപയ്ക്ക് ഒരു ഫെറാറി വാങ്ങിച്ചിട്ട് അത് വിറ്റത് വെറും 7,000 രൂപയ്ക്കാണ് കേസ്. 7 ലക്ഷം രൂപയ്ക്ക് വിൽക്കാൻ നിന്നിട്ട് 7,000 രൂപയ്ക്ക് വിൽക്കുക. പക്ഷെ എന്താ ചെയ്യുക? ഈ വണ്ടി നമുക്ക് എന്തായാലും ഒരു 1 ലക്ഷം രൂപയ്ക്ക് വിൽക്കാൻ ഇടാം. പക്ഷെ ആരും വാങ്ങൂല. ഒരു 20,000 രൂപയ്ക്കെങ്കിലും ഈ വണ്ടി വാങ്ങിച്ചിരുന്നെങ്കിൽ നമുക്ക് ലാഭം അങ്ങേയറ്റം ലാഭമായിരിക്കും. ഈ വണ്ടി അടിയിൽ ഒരഞ്ഞാണ് പോണത് കേസ്. കൊള്ളാമല്ലേ? നമുക്കിനി ടാബ്ലറ്റൊക്കെ വാങ്ങാൻ കഴിക്കുന്ന ടാബ്ലറ്റ് അല്ല, 2000 ടാബ്ലറ്റ്. അത് നമുക്ക് ബ്ലാക്ക് മാർക്കറ്റിൽ നിന്ന് കിട്ടും കേസ്. കണ്ടോ, റിനോൾട്ട് കിയോ എന്തരാണ് കേസ്. നമുക്ക് പ്രൈസ് 1 ലക്ഷം വേണ്ട, 50,000. അങ്ങോട്ടും ഇല്ല 60,000. ഓക്കെ, 60,000 തന്നെയല്ലോ. ഓക്കെ, എന്ത് കേസ് 60 പറ്റൂലെന്ന്? 20 കൂടുതൽ കുറയൂല. എന്ത് കേസ് 20 പറ്റില്ലെന്ന്? 15,000. അത് പറ്റും കേസ്. നമ്മൾ വിചാരിച്ച പോലെ ബിസിനസ് പോകുന്നില്ല കേസ്. നാട്ടുകാരെ ഓടി വാ, ഈ കാർ വാങ്ങുക, സൂപ്പർ കാറല്ലേ. അയ്യോ പിന്നെ എന്നെ കടികളാണ് എല്ലാ അപ്പൂപ്പന്മാരും. ഈ അപ്പൂപ്പന് എത്ര രൂപ ചോദിക്കും? ഫുള്ള് പൈസയ്ക്ക് വാങ്ങാൻ പറ്റുമോ? 15,000. ഓക്കെ കേസ്, 15,000 രൂപയ്ക്ക് വാങ്ങാമെന്ന് പറഞ്ഞ് കേസ് നമുക്ക് വാങ്ങി. കാർ കൊടുത്തു. ഫസ്റ്റത്തെ ബിസിനസ് അടിപൊളിയായിട്ട് നടന്നിട്ടുണ്ട് ഗൈസ്. നമുക്ക് നേരെ കാരവാനിൽ പോയി കിടന്നുറങ്ങാം. അപ്പം നമുക്ക് ഇന്നത്തെ ആ ഒരു ലാഭം കാണിക്കുക അവർ. റെഡാക്സ് 8,229 രൂപ നമുക്ക് ലാഭം കിട്ടി ഗൈസ്. നമ്മൾ വീണ്ടും വന്നിട്ടുണ്ട്. ആഡ് കഴിഞ്ഞു. നെക്സ്റ്റ് ഡേ നമുക്കിങ്ങനെ കാർ മാർക്കറ്റ് തുറന്നിട്ടുണ്ട്, അവിടെ പോവാം. അവിടെ വില കുറവാണ്, വണ്ടികളും കൂടുതലുണ്ട്. യെസ്, നമുക്ക് മസ്താങ്ക് കിട്ടി. നമ്മുടെ ഫാമിലി മസ്താങ്ക് എടുക്കുമ്പോഴേ അത് നമ്മളുടെ സ്വന്തം കാറാക്കി എടുക്കാം യെസ്. ഓക്കെ, ലാൻഡ് ക്രൂസർ. എന്തരുത് 8,000 ലാൻഡ്. കൊള്ളാം.
12,000 അല്ലേ? കുഴപ്പമില്ല, വാങ്ങി. കൊള്ളാം കേസ്, നല്ല വണ്ടി. 12,000 രൂപയ്ക്ക് നല്ലതാണ്. കൊള്ളാം, കുഴപ്പമില്ലെന്ന് പറയാം. നീ വണ്ടി ഓട്ടിക്കാറിഞ്ഞാൽ ഓട്ടിക്കരുത് ബ്രോ. അത് മെൻഷനാണോ? നമുക്ക് വാങ്ങാൻ പറ്റുമോ? എന്താ അറിയില്ല. എന്തൊരു സ്പീഡില്ലാത്ത വണ്ടി. അത് ചുമ്മാ അല്ല, പൈസ കുറവ്. പക്ഷെ സൂപ്പറാണ് വണ്ടി. റിയൽ ലൈഫിൽ അടിപൊളി വണ്ടി, ഗെയിമിൽ പൊട്ട വണ്ടി. കൊള്ളൂല. ഈ വണ്ടി വേണ്ടായിരുന്നു. പക്ഷെ നമുക്ക് പൈസ കൂട്ടി വിൽക്കാം കേസ്. 12,000 രൂപയ്ക്ക് വാങ്ങിച്ചാൽ നമുക്ക് 50,000 രൂപയ്ക്ക് വിൽക്കാം കേസ്. ഇത് ക്ലീനാക്കി റിപ്പയർ ചെയ്തിട്ട് നമുക്ക് കൊടുക്കാം കേസ്. അത്രയും മതി. അത് സൂപ്പറായിരുന്നു. അടുത്ത് തട്ടിയ ഗേസ്, നമുക്ക് എത്ര എക്സ്പീരിയൻസ് കിട്ടിയ 2 വണ്ടിയുടെ ഇടയിൽ കൂടെ പോയപ്പോൾ? 8,700 ഉള്ളൂ. ഓനോ ക്യാരറ്റ്. ഇപ്പം കൊള്ളാം, കുഴപ്പമില്ല, കാണാൻ കൊള്ളാം. കാണാമെങ്കിലും കൊള്ളാം. ഇപ്പോൾ വണ്ടി വല്ലതും വന്ന് ഇടിച്ച അത്രേ ഉള്ളൂ. ജസ്റ്റ് മിസ്. രണ്ട് സൈഡ് നോക്കി ക്രോസ് ചെയ്യണം, കാരണം വണ്ടികളൊക്കെ ചിറിപ്പഞ്ഞ് വരും. അവൻ തനങ്ങാത്ത വണ്ടി ഇടിച്ചിട്ട്. യെസ്, ഒട്ടിച്ച് വെച്ചിരിക്കണമെന്ന് പറയാല്. ഇപ്പം അവൻ താഴെ മാത്രം റിപ്പയർ ചെയ്യുന്നു. റിപ്പയർ ചെയ്യാൻ 99%. താഴെ മാത്രം ചെയ്തുകൊണ്ടിരിക്കണം. ഫ്രണ്ട് ലെഫ്റ്റ് ഫാൻഡർ, ബാക്ക് റൈറ്റ് ഫാൻഡർ, എന്തൊക്കെ ഇത് ഫെൻഡർ. മലയാളത്തിൽ വേറെ എന്തെങ്കിലും ആയിരിക്കും പറയണം. ഓക്കെ ഗൈസ്, നമുക്കിപ്പോൾ വണ്ടിയിൽ കയറാം. കൊള്ളാം ഗൈസ്, റിപ്പയർഡ്. നമുക്ക് ഈ കാർ 50,000 രൂപയ്ക്ക് വിൽക്കാൻ പറ്റും. നമുക്ക് ഈ ഒരു എപ്പിസോഡ് നിർത്താം ഗൈസ്. ഓ മൈ ഗോഡ്, ഇതൊരു പരിപാടിയാണ് കാണിച്ചത്. വണ്ടി ഇപ്പം ഇറക്കി കൊണ്ടുവന്ന് ബ്രാക്കില്ല ഗൈസ്. ഡ്രിഫ്റ്റ് ടയർ. ലാൻഡ് ക്രൂസർ പ്രാഡോ. ആൾക്കാരില്ലാത്ത നമ്മളെ ഷോറൂമിൽ ചവറോ? ഇത് അന്യായമാണ്. നമ്മളെ ഷോറൂമിൽ ചവർ വന്നേ. അയ്യോ, നാട്ടുകാരെ ഓടി പറഞ്ഞേ. ഗൈസ്, എത്ര രൂപ? 50,000 രൂപയ്ക്ക് നമ്മളിത് വിൽക്കുന്നതാണ് ഗൈസ്. നമുക്കപ്പോൾ ഇത് ഒരു 50,000 രൂപയ്ക്കും കൂടെ നമ്മൾ എട്ട ലാൻഡ് വിട്ടിട്ട് നമുക്ക് ഈ ഒരു എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാം. 50. അയ്യോ, ഓക്കെ. പൊട്ടിച്ചോൺസ്. ഇത്രയല്ല ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.